ഷൈൻ ടോം ചാക്കോയുടെ വിശ്വവിഖ്യാതമായ ഓട്ടമാണ് ഇപ്പോഴത്തെ ചൂടേറിയ വാർത്ത. മലയാളി പലതരം ഓട്ടം കണ്ടിട്ടുണ്ട്. അഞ്ചലോട്ടം മുതൽ ആനയോട്ടവും കൂട്ടയോട്ടവും ഒക്കെ കണ്ടിട്ടുള്ള നമുക്ക് ഒരു സിനിമാ നടൻ്റെ ഓട്ടം ലൈവായി കാണുവാൻ ഭാഗ്യം ലഭിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ഓടിയത്? ഈ ഓട്ടത്തോടെ മലയാള സിനിമയിലെ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവം ആകുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ആരും ഒരിടത്തും ചർച്ച ചെയ്തതായി നമ്മൾ കണ്ടേയില്ല. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. 2015 ഷൈൻ ടോം ചാക്കോയെ പ്രതിയാക്കി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു കൊക്കെയിൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായി നമുക്കറിയാം. എന്നാൽ ഫെബ്രുവരി 2025 മതിയായ തെളിവുകളുടെ അഭാവത്തിലോ എന്തോ ആ കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിടുകയാണ് ഉണ്ടായത് എന്നും നമുക്കറിയാം. ഇത്രയും പ്രമാദമായ കേസ്, അതിൽ തെളിവുകൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ എന്ന് പറയുന്നത് പോലെ മാഞ്ഞു പോയത് എന്നത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. സിനിമയ്ക്കകത്തും പുറത്തുമൊക്കെ ഇവരെ പോലെയുള്ളവരുടെ സ്വാധീനവും പിടിപാടും ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടമാണ് നമ്മുടെ വിഷയം. സാഹസികമായിരുന്നു ആ ഓട്ടം. പാർക്കോ പോലെ അതിസാഹസികം. പാർക്കോ കണ്ടിട്ടില്ലേ? നമ്മുടെ പ്രണവ് മോഹൻലാലൊക്കെ ചെയ്യുന്ന ഒരുതരം സ്പോർട്ട് ആണത്. സിനിമയിൽ കാണുന്നത് പോലെ 3-ാം നിലയിൽ നിന്നും ജനലിലൂടെ 2-ാം നിലയിലെ ഷീറ്റിൻ്റെ പുറത്തേക്ക് ചാടുന്നു. പിന്നെ അവിടെ നിന്നും നീന്തൽ കുളത്തിലേക്ക് ചാടുന്നു. പിന്നീട് സ്റ്റെയർ കേസുകൾ ഓടിയിറങ്ങി റോഡിലേക്ക് ഓടി, പിന്നെ ഏതോ ഒരു 2 വീലറിൽ ലിഫ്റ്റ് അടിച്ച് ഇതിയാൻ മുങ്ങി. ഷൈൻ ടോം ചാക്കോ തന്നെ അങ്ങനെ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആയി. അവിടെ കൊണ്ടും തീരുന്നില്ല ഷൈൻ ടോം ചാക്കോയുടെ വികൃതികൾ. താൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ട വാർത്ത ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഷൈൻ ടോം ചാക്കോ തന്നെ പിന്നീട് പോസ്റ്റും ചെയ്തു. പഴയ 2020 സിനിമയിൽ ലാലേട്ടൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന രംഗവും പ്രശസ്തമായ മിഷൻ ഇമ്പോസിബിൾ എന്ന സിനിമയിലെ ടോം ക്രൂസിൻ്റെ തന്നെ മറ്റൊരു ക്ലിപ്പിംഗ് കൂടി ഇട്ടിട്ടാണ് അദ്ദേഹം സ്വന്തം ഓട്ടവും ചാട്ടവും ഒക്കെ ആഘോഷിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഷൈൻ ടോം ചാക്കോ ഓടിയത്? ഉറപ്പല്ലേ എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണ് ഷൈൻ ഓടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുകിൽ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈലുമായിരിക്കാം അയാൾ ഓടിയത്. ഡാൻസ് ഓഫ് പോലീസ് പറയുന്നത് ഒരു ലഹരി വിൽപ്പനക്കാരനെ തെരഞ്ഞാണ് അവർ കൊച്ചിയിലെ ഹോട്ടലിൽ എത്തിയത് എന്നും അയാൾ ഷൈനിൻ്റെ മുറിയിലുണ്ടോ എന്ന സംശയത്തിൻ്റെ പേരിലാണ് പോലീസ് ഷൈനിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചത് എന്നുമാണ്. എന്തൊക്കെയോ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ ഷൈൻ ഓടിയത്? എന്തായാലും അതൊന്നും, അതിൻ്റെ ഉള്ളുകളികളൊന്നും നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഷൈൻ ടോം ചാക്കോ ഒരു കൊച്ചി മാരത്തോണിൻ്റെ ഭാഗമായുള്ള പരിശീലന ഓട്ടത്തിലായിരുന്നു. അതല്ല എങ്കിൽ എല്ലാ ദിവസവും രാത്രിയിലുള്ള തൻ്റെ സ്ഥിരം ഓട്ടമായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ന്യായീകരിക്കാനും വഴിയുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്. വിൻസി അലോഷ്യസിൻ്റെ പരാതിയോടെ നമ്മുടെ സിനിമാ മേഖലയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അവരുടെ പരാതിയിൽ അമ്മയും അച്ഛനും ഒക്കെ എന്ത് നടപടി എടുക്കുമോ എന്തോ ഒന്നും ഉണ്ടാകില്ല. എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നടീനടന്മാർക്കും മറ്റും വലിയ സ്വീകാര്യത കിട്ടുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ സിനിമകൾ കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഷൈൻ ടോം ചാക്കോ കൂടാതെ ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ, ഇവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുകൾ ഒരുപക്ഷെ കേട്ടേക്കാം. ശ്രീനാഥ് ഭാസി ഒരു സിനിമാ സെറ്റിൽ കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്ന് അതിൻ്റെ നിർമ്മാതാവ് തന്നെ പറയുന്നു. അങ്ങനെ എത്ര പേര് പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഈ ഗണത്തിൽപ്പെടുന്നവരാണോ? അതുകൊണ്ടാണോ ഇവരെയൊക്കെ ഒഴിവാക്കുവാൻ സംവിധായകർക്കും മറ്റും കഴിയാതെ പോകുന്നത്? അതുല്യ അഭിനയ പ്രതിഭകളൊന്നുമല്ല ഈ പറയുന്ന ആരും. അവരെക്കാൾ നന്നായി അഭിനയിക്കുന്നവർ ഒരു അവസരത്തിനായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് വെച്ച് മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ തുടരെ സിനിമകൾ ലഭിക്കുന്നത്? അവിടെയാണ് അവർ അഭിനയിക്കുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട
നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും എല്ലാം പങ്ക് സംശയാസ്പദമായി വരുന്നത്. ഒരന്വേഷണം നടക്കുകയാണ് എങ്കിൽ നടീനടന്മാരെ മാത്രമല്ല ഇവരെ എല്ലാം കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം സിനിമാ സെറ്റുകളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ഷാഡോ പോലീസിൻ്റെ സഹായം തേടുന്ന ഒരു കാര്യം വന്നപ്പോൾ ഫെഫ്കയിലെ ബി ഉണ്ണികൃഷ്ണനും മറ്റും നഖശികാന്തം അതിനെ എതിർത്തു. മലയാള സിനിമയിലെ ചെറുപ്പക്കാരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് ഒരു തെറ്റിദ്ധാരണ അത് പരത്തുവാൻ ഇടയാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഷാഡോ പോലീസ് സെറ്റിൽ വന്നാൽ ആരറിയാൻ? അങ്ങനെ ആരും അറിയാതെ ആരെയും അറിയിക്കാതെ വരുന്നത് കൊണ്ടാണ് അവരെ ഷാഡോ പോലീസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ പിന്നെ ആരെ രക്ഷിക്കുവാനാണ് ഉണ്ണികൃഷ്ണനും മറ്റും ഇങ്ങനെ ഒരു നിലപാട് എടുത്തത്? ഇപ്പോഴെന്തായി? ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇത് പറയുമ്പോൾ എല്ലാവരും, എല്ലാ ചെറുപ്പക്കാരും മയക്കുമരുന്ന് അടിക്കുന്നവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അങ്ങനെ അല്ലാത്തവർ ഒട്ടേറെ പേർ നമ്മുടെ സിനിമാ ലോകത്തുണ്ട്. പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം, അങ്ങനെ അല്ലാത്ത ആ ചെറുപ്പക്കാർക്ക് അവർക്ക് കൂടി അപമാനമാണ് ഈ ഒരു ന്യൂനപക്ഷം, ഈ ഒരു പാപഭാരം. അവരറിയാതെ അവർ കൂടി പേറുന്നുണ്ട് എന്ന് ഓർക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് കച്ചവടം കൊഴുക്കുന്നു എന്നാണ് ദോഷൈക ദൃക്കുകൾ പറയുന്നത്. മലയാള സിനിമയിൽ കള്ളപ്പണ ഇടപാടുകൾ കൂടുന്നു എന്ന പരാതി കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടി വരും. മയക്കുമരുന്നും പീഡനവും പെൺവാണിഭവും കള്ളപ്പണവും തഴച്ചു വളരുന്നു ഈ മേഖലയിൽ. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകളാണ് ഓരോ സിനിമയുടെയും പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാ സിനിമകളും അങ്ങനെയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. 2024 മാത്രം എടുക്കൂ, 207 മലയാള സിനിമകളാണ് 2024 റിലീസ് ചെയ്തത്. ഇതിൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാവുന്നത് ആകെ 26 സിനിമകൾ മാത്രമായിരുന്നു. അപ്പോൾ മൂക്കും കുത്തി വീണ 180 പരം സിനിമകളുടെ നഷ്ടം ഒരു ഇൻഡസ്ട്രിക്ക് എങ്ങനെ താങ്ങാനാകും? ഈ വർഷം പുറത്തിറങ്ങിയ L2 എമ്പുരാൻ്റെ ബജറ്റ് മാത്രം 200 കോടിക്ക് മുകളിലായിരുന്നു. IMDb പറയുന്ന കണക്കുകളാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 86 കോടി ചിത്രം കളക്ട് ചെയ്തു. 143 കോടിയാണ് ഓവർസീസ് കളക്ഷൻ. ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷനിലാണ് എല്ലാ ഇടപാടുകളും നടക്കുക. ഇവിടെയാണ് കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നത്. വിദേശങ്ങളിൽ റിലീസ് ചെയ്യുന്ന എല്ലാ തിയേറ്ററിലും സിനിമ 10 ദിവസം ഹൗസ്ഫുൾ ഓടി എന്ന് മാത്രം പറഞ്ഞാൽ അത്രയും പണം വെളുത്തു എന്ന് അർത്ഥം. ഇത് ചെക്ക് ചെയ്യുവാനോ ട്രാക്ക് ചെയ്യുവാനോ ഇന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക്, അതായത് ഇൻകം ടാക്സിനോ EDക്കോ ഒന്നും കഴിയില്ല. വിദേശ പ്രദർശനങ്ങളിൽ നിന്നും ഈ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തു എന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും പറഞ്ഞാൽ അത്ര തന്നെ. അതാണ് ഓവർസീസ് കളക്ഷൻ. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മലയാള സിനിമ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പിടിയിലാണ്. മയക്കുമരുന്ന് മാത്രമല്ല, പീഡനവും കള്ളപ്പണവും എല്ലാം മലയാള സിനിമാ മേഖലയെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ വച്ച് സിനിമ എടുക്കുവാൻ വലിയ തിക്കും തിരക്കുമാണ്. പീഡന കഥകൾ ഒരിടയ്ക്ക് വലിയ വാർത്തകളൊക്കെയായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതായി മൊത്തം ചർച്ച. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. നമ്മളെല്ലാം മറന്നുപോയി. ഇപ്പോൾ കേട്ടതിൻ്റെ ബാക്കി ഷൈൻ ടോം ചാക്കോയുടെ കേസ് തന്നെ എടുക്കുക. വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ആ വിഷയം തന്നെ എടുക്കുക. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. ആകെ സംഭവിക്കുവാൻ പോകുന്നത് വിൻസി അലോഷ്യസിന് ഇനി അങ്ങോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിനിമകൾ കുറയും. പതിയെ പതിയെ അവർ ഫീൽഡിൽ നിന്നും ഔട്ടാകും, അല്ലെങ്കിൽ അവരെ ഔട്ടാക്കും. നടിയെ പീഡിപ്പിച്ച കേസിൻ്റെ കാര്യം മാത്രം നോക്കൂ. ആ നടി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് സിനിമാ മേഖലയിൽ നിന്നും മാത്രമല്ല എല്ലായിടത്തു നിന്നും വലിയ പിന്തുണയായിരുന്നു. എന്നിട്ടെന്തായി? അവർക്ക് പിന്നീട് സിനിമകൾ ഇല്ലാതെയായി. അവരെ പിന്നെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സിനിമയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അഭിനയിച്ച് കണ്ടോ? ഇല്ലല്ലോ. പിന്തുണച്ചവരൊക്കെ തന്നെ അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചു. അതൊക്കെ തന്നെയാണ് വിൻസി അലോഷ്യസിനും സംഭവിക്കുവാൻ പോകുന്നത്. ഷൈൻ ടോം ചാക്കോമാരും ശ്രീനാഥ് ഭാസിമാരും ഒക്കെ ഇവിടം ഇനിയും വാണരുളും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടോളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.